ഈ വീഡിയോ എഡിറ്റ് ചെയ്യാതിരുന്നപ്പോഴാണ് ഇതിപ്പോൾ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആയിപ്പോയല്ലോ എന്ന് തോന്നിയത്. എന്തായാലും കുഴപ്പമില്ല. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ പാസ്തയായിരുന്നു. രാവിലെ ഞാൻ പാസ്ത ഉണ്ടാക്കുന്ന സമയമായപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുത്താലോ എന്ന്. അപ്പോൾ ആരുഷിനോട് പറഞ്ഞ ഒന്ന് വീഡിയോ എടുക്കാൻ ഫോൺ പിടിക്കുമെന്ന്. അപ്പോൾ ആരുഷിയാണ് എൻ്റെ ക്യാമറാമാൻ ഇന്ന് രാവിലെ. അങ്ങനെ പാസ്തയ്ക്കുള്ള വൈറ്റ് സോസാണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത്. വെണ്ണയിൽ മൈദ ഇട്ട് അത് ഇളക്കിക്കൊണ്ടിരുന്ന് അതിൽ പാൽ ഒഴിച്ച് ഒറിഗാനോ, ഉപ്പ്, നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത വൈറ്റ് സോസ് റെഡി. ഇപ്പം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാസ്തയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനി അതിലേക്ക് ഞാൻ ചീസിൻ്റെ സ്ലൈസ് ഇടുകയാണ്, അമുൽ സ്ലൈസ്. സ്കൂളിൽ പോകുന്ന ദിവസം വല്ലതും കഴിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാട്ടോ. ഈ രണ്ട് ചെറിയ മക്കളെ അയാൻ പിന്നെ എല്ലാം കഴിച്ചോളും. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു താല്പര്യമില്ല ഭക്ഷണം അധികം കഴിക്കാൻ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വല്ലതും കഴിച്ചോളും ഇരിക്കുന്നു വിചാരിച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ. എവിടെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് മൊത്തം റെഡിയായി കഴിഞ്ഞപ്പോഴാണ് കുറച്ച് മാത്രം കഴിച്ചിട്ടുള്ളൂ. ഇനി എന്ത് കൊടുക്കുകയാണ്, ചപ്പാത്തി കൊടുക്കുകയാണെങ്കിലും പകുതി കഴിക്കുകയുള്ളൂ. പുട്ടാണെങ്കിൽ തീരെ വേണ്ടാന്ന് പറയും. അപ്പവും വെള്ളപ്പവും ദോശയൊക്കെ ആണെങ്കിലും ഇതന്നെയാ സ്ഥിതി. അങ്ങനെ എന്തായാലും നമ്മൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചയായപ്പം എന്തായാലും മുട്ട ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. മുട്ട ബിരിയാണി ആകുമ്പോൾ കോഴിമുട്ടയെങ്കിലും കുറച്ച് കഴിക്കും. അങ്ങനെ പിന്നെ കോഴിമുട്ട ബിരിയാണിയായിരുന്നു ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ്. അപ്പം അതും ഏകദേശം റെഡി ആയിട്ട് ഇവിടെ ആക്കി കഴിച്ചു. പിന്നെ വൈകിട്ടായപ്പോൾ പഴം ഉണ്ടായിരുന്നു, നമ്മളിവിടെ തന്നെ ഉണ്ടായത്. അതുകൊണ്ട് അവിൽ മിൽക്കും ഉണ്ടാക്കി. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഫുഡ്.